വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വർഗപിതാവിന്റെ കരങ്ങളിൽ നിന്ന് വിശുദ്ധിയോടെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിതം നയിക്കുവാൻ കുടുംബങ്ങളെ സഹായിക്കുക. ഇതാണ് ഏഞ്ചൽസ് ആർമിയുടെ ലക്ഷ്യം. സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് മധുരമൊഴിക്ക് ശേഷം ഏഞ്ചൽസ് ആർമി നിങ്ങൾക്കായി വീണ്ടും ഒരുക്കുന്നു വിശുദ്ധ വീതി, ഫാമിലീസ് ജേർണി ടു ഹോളിനെസ്. ഞാൻ മനു, ഇതെൻ്റെ വൈഫ് എൽറിയ. ഇന്നത്തെ ടോപ്പിക്കുമായി എനിക്ക് ഒരു ആശയം തോന്നിയത്, ശരിക്കും എൻ്റെ വിവാഹം കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ ഇൻലോസുമായിട്ടുള്ള റിലേഷൻ ശരിക്കും പുതിയൊരാളെ അപ്പ അല്ലെങ്കിൽ പുതിയൊരാളെ അമ്മ എന്ന് വിളിക്കാനായിട്ട് ഒരു മടി, അല്ലെങ്കിൽ അത് ഒരു നാച്ചുറലായിട്ട് വരണില്ല. ഇത് യൂഷ്വലി എപ്പോഴും ഓൾമോസ്റ്റ് എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവുന്ന ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഈ വിവാഹ ടൈമിൽ വരുന്ന ഒരു ആശയമായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ട്രഗിളിങ് പോയിന്റ് ആയിരിക്കും. അത് എൻ്റെ ലൈഫിൽ എനിക്ക് ശരിക്കും ടേക്ക് ഓവർ ചെയ്യാൻ പറ്റിയത്, എനിക്ക് ഫീൽ ചെയ്തത് ഇങ്ങനെയായിരുന്നു. എൻ്റെ ഇൻലോസ്, എൻ്റെ പാരൻസ് ഇൻലോസ്, അവർ ശരിക്കും അവരുടെ കയ്യിലേക്ക് പുതിയ ഒരു വാവേനെ കിട്ടുമ്പോഴത്തേക്കും സ്വീകരിക്കണ പോലെയായിരുന്നു എന്നെ സ്വീകരിച്ചത്. അത്രയും പാമ്പറിങ്ങും അത്രയും സ്നേഹത്തോടെയായിരുന്നു എന്നെ സ്വീകരിച്ചത്. ശരിക്കും എനിക്ക് തോന്നുന്നത് എൻ്റെ ഓൺ പാരൻസിന് ശരിക്കും എൻ്റെ ആ ഒരു ടൈം മടുത്തു കഴിഞ്ഞ്, ശരിക്കും അങ്ങനെ കൊഞ്ചിക്കാനായിട്ടുള്ള ടൈം എല്ലാം മടുത്തു കഴിഞ്ഞിട്ട് അതെല്ലാം എൻ്റെ വൈഫിന് അവരുടെ സൈഡിൽ നിന്ന് കിട്ടണത് ഞാൻ കാണുകയും ചെയ്തായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ ഇൻലോസിൻ്റെ അടുത്തുനിന്ന് എനിക്ക് അത് ലഭിച്ചതായിരുന്നു. എനിക്ക് അവരോട് കൂടുതൽ അട്രാക്റ്റഡ് ആയതും കൂടുതൽ അവരോട് ക്ലോസ് ആവാനായിട്ട് പറ്റിയതും. എനിക്കൊരു ഫാദർ ഇൻ ലോ അല്ലെങ്കിൽ മദർ ഇൻ ലോ എങ്ങനെ നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നു, ശരിക്കും ആ ഒരു കെയറിലൂടെയാണ് ഒരു മരുമകൻ മകനാവുകയും ഒരു മരുമകൾ മകളാവുകയും ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു ടോപ്പിക്ക് ശരിക്കും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇതിനെ പറ്റിയിട്ടാണ്. ഇൻലോസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ആപ്റ്റായിട്ടുള്ള രണ്ടുപേരെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ജോർജ് അങ്കിളും ലിസ് ആൻറ്റിയാണ്. വെൽക്കം ടു ദ ഷോ അങ്കിൾ ആൻറ്റി. എനിക്ക് അങ്കിളിനോടാണ് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് അങ്കിള് അങ്കിളുടെ മരുമകളെ അല്ലെങ്കിൽ മരുമകനെ കുടുംബത്തിലോട്ട് അക്സെപ്റ്റ് ചെയ്തതും എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് ആക്ച്വലി അവര് മക്കളെ അല്ലെങ്കിൽ മരുമക്കളെ സ്വീകരിച്ചതിനെക്കാട്ടും ഉപരിയായിട്ട് ഇവരെ ആസ് എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എങ്ങനെയാണ് ആദ്യം, നിങ്ങൾ എങ്ങനെയാണ് ഈ കാര്യം എങ്ങനെ ഹാൻഡിൽ ചെയ്തത്? എനിക്ക് തോന്നുന്നു, ഞാൻ ഇപ്പോൾ ഇരുന്ന് ആലോചിക്കുമ്പം എനിക്ക് തന്നെ അത്ഭുതം തോന്നാറുണ്ട്. 18 വയസ്സോ 25 വയസ്സോ ഒക്കെ ഉള്ള ഒരു പെൺകുട്ടി അല്ലെങ്കിൽ യുവതി, എനിക്ക് തോന്നുന്നു സ്ത്രീയുടെ ഭാഗത്താണ് കൂടുതൽ ഊന്നൽ കൊടുക്കണം. നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തിൽ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ പ്രത്യേകത കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവൾ ഇന്നലെ വരെ എൻ്റെ വീട് എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചിരുന്ന വീട് വിട്ടിട്ട് ഒരു സുപ്രഭാതത്തിൽ എൻ്റെ വീട് എന്ന് പറയുന്നത് മറ്റൊരു വീടായി മാറുക. അപ്പൻ അമ്മ, ഇപ്പോൾ മനു പറഞ്ഞതുപോലെ അപ്പൻ അമ്മ മറ്റു സഹോദരങ്ങളെല്ലാം പുതിയൊരു ഇതിലേക്ക് വരും. പറിച്ചു നടുകയാണ്, വളരെ വലിയൊരു പറിച്ചു നടൽ നടക്കുന്നുണ്ട്. മനു പറഞ്ഞതുപോലെ എനിക്ക് തോന്നി അത് വേരൊന്നും പോകാതെ തകരാറില്ലാതെ ആ പറിച്ചു നടൽ സംഭവിക്കാൻ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. എങ്കിലും എനിക്ക് തോന്നുന്നു അതിനകത്ത് ഏറ്റവും പെയിൻ എടുക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ യുവതി തന്നെയായിരിക്കും, അല്ലെങ്കിൽ ആ നവവധു തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എൻ്റെ കാര്യത്തിലും വാസ്തവത്തിൽ ഇപ്പോഴാണ് ഞാൻ ഇത്ര ആഴത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷേ എത്ര സ്മൂത്തായിട്ട് ലിസ അത് കൈകാര്യം ചെയ്തു എന്ന് ഇപ്പോൾ ഞാൻ തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ്. എനിക്ക് തോന്നുന്നു അതെങ്ങനെയാണ് ഇത്ര ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തതെന്ന് ലിസ തന്നെ പറയുകയായിരിക്കും ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നത്. വിവാഹത്തിന് മുമ്പ് എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. അത് ഭർത്താവും മക്കളും അപ്പനും അമ്മയും അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ദൈവം എനിക്ക് കരുതി വെച്ചിരുന്നത് 6 സഹോദരങ്ങളുള്ള ഒരു കുടുംബത്തിലേക്കാണ്. അപ്പനും അമ്മയും 6 സഹോദരങ്ങളുള്ള കുടുംബത്തിലേക്കാണ് എനിക്ക് ദൈവം ഒരുക്കിയിരുന്നത്. അപ്പം അവരെ എനിക്ക് നേരത്തെ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ഒരുങ്ങിയിരുന്നത് കൊണ്ട് അവരെ എനിക്ക് സ്വീകരിക്കാൻ പറ്റി. അപ്പനും അമ്മയായിട്ടും ഒക്കെ എനിക്ക് സ്വീകരിക്കാൻ പറ്റി. സഹോദരങ്ങളെ ഇങ്ങനെ ഓരോ ദിവസവും ഞാനിങ്ങനെ അവരെ ശ്രദ്ധിച്ചും അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് ഇങ്ങനെ മനസ്സിലാക്കി ഒക്കെ അവരെ പഠിച്ച് അവരെ എനിക്ക് സ്നേഹിക്കാനും പറ്റി. എനിക്ക് തോന്നുന്നത്
എനിക്ക് നീ പറയുന്നത് പോലെ അത്ര ഒരു ഈസി ആയിരുന്നിരിക്കും എന്ന് ദിവസങ്ങളെടുത്താണ് ടൈം എടുത്തൊരു ഇങ്ങനെ ഓരോരുത്തരെയും മനസ്സിലാക്കണമെങ്കിൽ കുറെ ബാക്കി ആൾക്കാരെല്ലാം ഇളയതായിരുന്ന ജോർജ് ആയിരുന്നു. ഞാനായിരുന്നു മൂത്തയാള്. ഓക്കെ ഞാൻ ഏറ്റവും ഇളയത്. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നില്ല അതാ കുറച്ച് ഏതാണെങ്കിലും പെയിൻ അതിൻ്റെ ഭാഗത്തുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യം, നമ്മുടെ ഉള്ളിലൊരു സ്വപ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പെയിനും എടുക്കും. അതെ അതെ. എനിക്ക് തോന്നുന്നു ലിസ അങ്ങനെ ഒരു സ്വപ്നത്തിലായിരുന്നത് വളരെ നല്ലൊരു കാര്യമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും ഇന്നിപ്പോൾ സംഭവിച്ചുകൊണ്ട് പോകുന്നത് കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ ഞാനും ഭർത്താവും അല്ലെങ്കിൽ ഞാനും ഭാര്യയും കൂടെ ഊട്ടിയിൽ അല്ലെങ്കിൽ സിംലയിൽ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് പോവാ. സ്വപ്നങ്ങൾ കാണുമ്പോൾ മുതൽ എനിക്ക് തോന്നുന്നു നമ്മളൊരു കുടുംബത്തിലാണ് ജീവിക്കുന്നത്. ആ ഒരു അന്തരീക്ഷത്തിലേക്ക് സ്വപ്നങ്ങളുടെ കാലം തൊട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ ഒരു പക്ഷേ ലിസയ്ക്ക് പറ്റിയ ഒരു വലിയ ഗുണം അതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും എൻ്റെ അനുഭവത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അമ്മയെ, അച്ചായ, അനിയന്മാരെയും അനിയത്തിമാരെയും അവരെല്ലാവരെയും ആ വിളിക്കുന്നതും ഇടപെടുന്നതിനെല്ലാം ആ ഒരു ഭംഗിയോടെ ചെയ്യാനായിട്ട് പറ്റും. ഈ സ്വപ്നങ്ങളുടെ ഒരു ഊർജം ഉണ്ട്. തീർച്ചയായിട്ടും അവരുടെ പ്രാർത്ഥനയുടെ ഒരു മെയിൻ ഐറ്റം അത് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. വിവാഹത്തിന് മുമ്പ് തന്നെ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങിയിരുന്നത് ഏത് സാഹചര്യത്തിലാണേലും എങ്ങനെയാണേലും അവരെ സ്നേഹിക്കാൻ എനിക്ക് പറ്റണമെന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരുങ്ങുക എന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് അവരെ കണ്ടപ്പോൾ എനിക്ക് അത്ര വലിയൊരു അന്യരായിട്ട് തോന്നിയില്ല. എനിക്ക് സ്വന്തമായി ആക്കണമെന്നുള്ള ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കാരണം എനിക്ക് വലിയൊരു പ്രശ്നം വന്നില്ല. സഹോദരങ്ങളെ ആണെങ്കിലും അവരുടെ രീതികൾ മനസ്സിലാക്കി എടുക്കാൻ കുറേ സമയം എടുത്തെങ്കിലും എനിക്ക് അവരെയൊക്കെ ഒത്തിരി സ്നേഹിക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. ശരിക്കും ആൻറ്റിയുടെ സ്വപ്നം അത് ഭയങ്കര ഒരു ഇൻസ്പയറിങ് സ്വപ്നമാണ്. ശരിക്കും അതെ, ഫാമിലി ആയിട്ട് സ്വപ്നം കാണുക എന്ന് പറയുന്നത് അത് ഇന്നത്തെ യങ് ജനറേഷന് ശരിക്കും പാസ് ഓൺ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു വൈറ്റൽ പോയിന്റ് ആണെന്ന് തോന്നുന്നു. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ശരിക്കും ആസ് എ കപ്പിൾ നിങ്ങൾ ഇതെല്ലാം ശരിക്കും പ്രോപ്പറായിട്ട് ചെയ്ത് ഇതെങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തെന്നുള്ളതൊന്ന് പറഞ്ഞുതരാമോ? അതെനിക്ക് തോന്നുന്നു മനു ഉദ്ദേശിക്കുന്ന അത്രയും ബുദ്ധിമുട്ട് അതിനകത്ത് വരില്ല. കാരണം ഈ മക്കൾ ജനിച്ചതും വളർന്നതും ഈ അന്തരീക്ഷത്തിലാണ്. അവർ കാണുന്നത് തന്നെ ഈ ഒരു കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ് കാണുന്നത്, അല്ലാതെ അപ്പനും അമ്മയും മാത്രമുള്ള ഒരു കുടുംബമല്ല അവർ കാണുന്നത്. അതുകൊണ്ട് അവർ ആ ബന്ധങ്ങളിലെല്ലാം വളർന്നു വരുന്നുണ്ട്. ഇനി അതിന് ഫൈനലൊരു ഫിനിഷിംഗ് ടച്ച് അവിടെ മിക്കവാറും ഞാനാണ് ആ റോൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ അത് പറയുകയായിരിക്കും ഭംഗി. കാരണം പറഞ്ഞാൽ ആ പോയിന്റ് വരെ അവരെ എത്തിക്കുന്നത് ലിസയാണ്. പക്ഷേ എത്തിച്ചു കഴിയുമ്പോൾ ഒരു ഫൈനൽ ഫിനിഷിംഗ് ടച്ച് കൊടുത്ത് അവരെ വിവാഹത്തിന് തൊട്ട് അടുത്ത സമയങ്ങളിൽ എനിക്ക് പെൺകുട്ടികളാണുള്ളത്. അതുകൊണ്ട് അവരോട് പറഞ്ഞ് അവരെ അയക്കുകയാണ്. അപ്പോൾ പറഞ്ഞ് അയക്കുന്ന ആ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഒരു പ്രയോറിറ്റി ഞാൻ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. മക്കളെ, നിങ്ങളെ കണ്ടിട്ടുള്ളത് പോലെ നിങ്ങളുടെ മമ്മി ചെയ്തു തരുന്നത് പോലെയാണ് ജീവിക്കേണ്ടതും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളായിരിക്കേണ്ടതും. ഇവിടെ ഇതൊന്ന് വെർബലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു തരും. ഈ വിവാഹത്തിൻ്റെ അന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു വ്യക്തി നിങ്ങളുടെ ഭർത്താവായിരിക്കണം, സ്പൗസ് ആയിരിക്കണം. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൺകുട്ടിയും കൂടെ ഉൾപ്പെടുത്താമെങ്കിൽ. അപ്പോൾ എൻ്റെ പെൺമക്കളോട് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളുടെ ഭർത്താവായിരിക്കണം ദൈവം കഴിഞ്ഞാലുള്ള ആദ്യത്തെ വ്യക്തി. അത് കഴിഞ്ഞാൽ പിന്നത്തെ സ്ഥാനം കൊടുക്കേണ്ടത് നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കാണ്. കാരണം നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്, അത് നിങ്ങൾ നിർവഹിച്ചേ പറ്റൂ. മൂന്നാമത്തെ സ്ഥാനം വരുന്നത് നിൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളാണ്. അത് കഴിഞ്ഞുള്ള സ്ഥാനമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വരുന്നത്. ഇനി അതേ ക്രമത്തിന് ആ വീട്ടിലെ മറ്റ് അംഗങ്ങൾ, സഹോദരങ്ങൾ, അങ്ങനെയുള്ളവർ, മറ്റ് ഇൻലോസ്, അതുപോലെ തന്നെ പിന്നെ അടുത്തതായിട്ട് ഈ വീട്ടിലുള്ള ആളുകൾ. ഈ ഒരു പ്രയോറിറ്റി നിങ്ങൾ മനസ്സിൽ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെക്കാമെങ്കിൽ വളരെ എളുപ്പമുണ്ടായിരിക്കും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ. രണ്ട് മക്കളുടെ കല്യാണത്തിനും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. ശരിക്കും അങ്കിള് പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ പ്രയോറിറ്റി ഹസ്ബൻഡ്, ദൈവം കഴിഞ്ഞിട്ട് ആദ്യത്തെ പ്രയോറിറ്റി ഹസ്ബൻഡ്, പിന്നത്തെ പ്രയോറിറ്റി മക്കള്, പിന്നെ ഹസ്ബൻഡിന്റെ ഫാമിലി, അതൊക്കെ പ്രയോറിറ്റൈസ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി വരുന്നത് അവിടുത്തെ ഒരു റൂട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ്. അതിൻ്റെ റോള് ഡെഫിനറ്റ് ആയിട്ടും എടുക്കുന്നത് ഇൻലോസ് ആണ്. സോ ഇതിനെപ്പറ്റി കൂടുതൽ ആഴത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം.
അതിനായിട്ട് ടോജൻ ചേട്ടനും മീനു ചേച്ചി അവിടെ ഗസ്റ്റ് ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് അവരിലേക്ക് പോകാം. ഹായ് ടോജൻ. ഹായ് മീനു. താങ്ക് യു മനു. താങ്ക് യു എൽറിയ. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആണുള്ളത്. ഹീസ് ഫ്രം ഓസ്ട്രിയ. ചേട്ടൻ ഒരു തിയോളജിയിൽ മാസ്റ്റേഴ്സും ലൈസൻഷ്യേറ്റും എടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഓസ്ട്രിയയിൽ ഒരു കാത്തലിക് മീഡിയയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് റയൻ ചേട്ടനെ ഈ വിശുദ്ധ വീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇൻലോസുമായിട്ടുള്ള ബന്ധം, അതിനെപ്പറ്റി ചേട്ടൻ എന്താ പറയാനുള്ളത്? ഫസ്റ്റ് നമുക്കൊരു സ്റ്റെപ്പ് ബാക്കോട്ട് പോവാം. മാരേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ദ മാൻ, ദ വുമൻ ആൻഡ് ഗോഡ്. പക്ഷേ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ വരുമ്പോൾ കുറച്ചും കൂടെ വൈഡർ സർക്കിളാണ്. അതായത് ദ പാരൻസ് ഓഫ് ദ ബ്രൈഡ്, പാരൻസ് ഓഫ് ദ ബ്രൈഡ് ഗ്രൂം, ദ റിലേറ്റീവ്സ് ഓഫ് ദ ബ്രൈഡ്, റിലേറ്റീവ്സ് ഓഫ് ദ ബ്രൈഡ് ഗ്രൂം. ഇവർക്ക് എല്ലാം ഇഷ്ടമായാൽ മാത്രമേ കല്യാണം മുന്നോട്ട് പോവുള്ളൂ. അത് കഴിഞ്ഞ് ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടം ഉണ്ടാവണം, അല്ലേ? എന്നാലേ കല്യാണം നടക്കൂ. അപ്പം ഫസ്റ്റ് തിങ് ഇവിടെ പറയണമെങ്കിൽ വൈഫിന് ഹസ്ബൻഡിനോടുള്ള സ്നേഹം, കല്യാണം കഴിഞ്ഞിട്ട് വൈഫിന് ഹസ്ബൻഡിനോടുള്ള എത്ര സ്നേഹമുണ്ടോ അതിനൊരു റീസൺ ഉണ്ട്, അല്ലേ? ഹസ്ബൻഡ് പല നല്ല നല്ല ക്വാളിറ്റീസ് ഉള്ള മനുഷ്യനാണ്. അതുമാതിരി ഹസ്ബൻഡിന് വൈഫിനോടുള്ള സ്നേഹം, വൈഫിന് ഇത്രയും നല്ല ക്വാളിറ്റീസ് ഉള്ള വൈഫാണ്. അപ്പോൾ നമുക്കിതിൻ്റെയൊക്കെ സോഴ്സ് അറിയണം. സോഴ്സ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ പാരൻസാണ്. അപ്പോൾ അവരുടെ പാരൻസിൽ നിന്ന് ഉള്ള നല്ലതാണ് മക്കളിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു മകനും വേറൊരു ഫാമിലിയിലുള്ള മകളും ആയിട്ടാണ് കല്യാണം, അല്ലേ? അവരാണ് ആ ഒരു രീതിയിൽ അവരെ ബിൽഡപ്പ് ചെയ്തത്. അതെ, അവരെ ഇത്രയും നാൾ ബുദ്ധിമുട്ടി വളർത്തിക്കൊണ്ടുവന്ന് ഇവിടം വരെ എത്തിച്ചില്ലേ? അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ജസ്റ്റ് കല്യാണം കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ കുറച്ച് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. പിള്ളേരൊക്കെ ഉണ്ടായി കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ എത്ര അവരുടെ പാരൻസ് ബുദ്ധിമുട്ടിയിരിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സ്നേഹം, ഇപ്പോൾ എൻ്റെ പാരൻസിനോന് ഞാൻ കൊടുക്കേണ്ട സ്നേഹം, എൻ്റെ പാരൻസിന് ഞാൻ കൊടുക്കുന്ന അതേ സ്നേഹം വേണം പാരൻസിനോന് കൊടുക്കാനായിട്ട്. ഈ സ്നേഹം ക്രിസ്ത്യൻ ലവ് എന്ന് പറയാം നമുക്ക്. അതായത് നമ്മളൊന്നും റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് ഇവരെ സ്നേഹിക്കുകയാണ് നമ്മൾ. ആ അതേ സ്നേഹം രണ്ട് സൈഡിലും ഉണ്ടാവണം. നമ്മളെ എങ്ങനെ കൺസിഡർ ചെയ്യുന്നു എന്നൊന്നും നോക്കാതെ കറക്റ്റ് പ്യുവറായിട്ട് അവരെ സ്നേഹിക്കണം. ഒരു ചെറിയൊരു ഒരു ഡിവിഷൻ ഞാനിതിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ഇൻലോസിനെ സ്നേഹിക്കുമ്പോൾ പാരൻസിൻ്റെ മാതിരി തന്നെ കംപ്ലീറ്റ്ലി സ്നേഹിക്കുക. പക്ഷെ നമ്മൾ ഇൻലോസിനോട് പെരുമാറുമ്പോൾ നമ്മളവർ ഇൻലോസായി കണ്ട് പെരുമാറണം. ദ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാരൻസ് നമ്മളെ 10, 20, 25 വർഷം കണ്ടിട്ടുള്ളതാണ്. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ദേഷ്യം പിടിച്ചു. അപ്പോൾ നമ്മളോട് അമ്മയോട് പറയും, മമ്മി ഒന്നും മിണ്ടാണ്ടിരിക്കും മമ്മി. മമ്മിക്കത് മനസ്സിലാവും, ഇവൻ ഇത്രയേ ഉള്ളോ, 25 വർഷമായി ഞാൻ കാണുന്നതാണ്. അത് കഴിഞ്ഞാൽ മമ്മി വന്ന് ഇപ്പം സ്ഥിരമായിട്ട് നമ്മൾ ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കുക. മമ്മി ഒന്ന് ചോദിക്കുക, എന്താ മോനെ, വല്ല പ്രശ്നമുണ്ടോ, എന്ത് പറ്റി, സുഖമില്ലേ, ഓഫീസിൽ വല്ലതും സംഭവിച്ചോ, ഇങ്ങനെയൊക്കെ ചോദിച്ച് നമ്മൾ ആശ്വസിപ്പിക്കും, അല്ലേ? പക്ഷെ ഇത് ചിലപ്പോൾ നമ്മുടെ ഇൻലോസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമായിട്ടുള്ള ഇൻലോസിനോട് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്കത് മുറിവായി മാറും. കാര്യം അവർക്ക് നമ്മളായിട്ടുള്ള പരിചയം ഈ 2 മാസമോ 3 മാസമോ ആയിട്ടുണ്ടാവുള്ളൂ. അവരും പറയാൻ തുടങ്ങും, വന്ന് കയറിയില്ല അതിനു മുമ്പ്. അത് ശരിക്കും ക്രിസ്ത്യൻ ലവ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാര്യം ക്രിസ്ത്യൻ ലവ് ആക്സെപ്റ്റ്സ് എവറിത്തിങ്. ഇറ്റ് റിയലി ബ്രിങ്സ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ യു. പിന്നെയുള്ള നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, എല്ലാ സെനാറിയോയിലും ഞങ്ങളെല്ലാപ്പോഴും ഹെൽപ്പ് ചെയ്യണ ഒരു കാര്യം ഞങ്ങളുടെ സീക്രട്ട് വെപ്പണാണ്. The secret weapon is prayer, and prayer is so powerful.
ഇറ്റ് റിയലി ക്യാൻ ക്രോസ് എനി ബോർഡേഴ്സ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി ഫാമിലിയിൽ, പാരൻസ് ഇൻ ലോസ് ആയിട്ട്, ലെറ്റ്സ് ഗിവ് എൻ എക്സാമ്പിൾ. നമ്മൾ സോൾവ് ചെയ്യണ്ടേ? അതിനൊരു ഗ്രേസ് ഉണ്ടാവണം, ഗ്രേസ് കിട്ടണം, വിസ്ഡം ഉണ്ടാവണം. അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ ഈ പേഴ്സണൽ പ്രെയറിൻ്റെ ടൈമിൽ നമ്മൾ രാവിലെ ഭാര്യയും ഭർത്താവും രാവിലെ എഴുന്നേറ്റൊരു 10 minutes എങ്കിലും അവർക്ക് ആ പ്രെയർ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് റിയലി ബ്രിങ്സ് ഔട്ട് എ ലോട്ട് ഓഫ് ഗുഡ് ഫ്രൂട്ട്സ്. ഈ പ്രെയറിൻ്റെ ടൈമിൽ നമുക്ക് സറണ്ടർ ചെയ്ത് പ്രാർത്ഥിക്കാം. നമുക്ക് ആ ടൈമിൽ നമുക്ക് കാണിച്ചു തരും വൈ ആർ ദീസ് പ്രോബ്ലംസ് ക്രോപ്പിംഗ് അപ്പ്. ഇപ്പോൾ പാരൻസ് ഇൻലോസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് ദ പ്രോബ്ലം, നമ്മൾ ആദ്യം സോഴ്സ് മനസ്സിലാക്കണം. ആൻഡ് ദെൻ വി ഹാവ് ടു പ്രേ ഓവർ ഇറ്റ്. ഹോളി സ്പിരിറ്റിനെ വിളിച്ച് പ്രേ ചെയ്യണം. പരിശുദ്ധാത്മാവെ കടന്നു വരയണമെന്ന് പറഞ്ഞ് നമ്മൾ അതിന് വേണ്ടി പ്രാർത്ഥിക്കണം. പല കാര്യങ്ങളിലും ഇങ്ങനെയുണ്ട് കേട്ടോ. ഈ പ്രെയറിൻ്റെ പവർ നമ്മൾ ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിടില്ല. നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യും ആസ് സച്ച്, അല്ലെങ്കിൽ അവർ മാറും. കറക്റ്റ്. അതുമാതിരി വേറെ കുറേ കേസസ് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ചില ഫാമിലീസിൽ ഇങ്ങനെ വൈഫോ ഹസ്ബൻഡോ സഫർ ചെയ്യാണ്, ഡ്യൂ ടു മെനി റീസൺസ്. ഇങ്ങനെ സഫർ ചെയ്യണ ഇൻസ്റ്റൻസസിൽ ഞാൻ അവരോട് പറയാറുള്ളൊരു കാര്യമുണ്ട്. ദർ ഇസ് വൺ റൂൾ ഓഫ് തമ്പ്. ഇഫ് യു ഫോളോ ദാറ്റ്, guaranteed no problems. Rule of thumb ഇത്രയേ ഉള്ളൂ: accept the unacceptable. If you accept the unacceptable, then there will not be another issue. Yeah? But the center of all of this is love. നമ്മൾ ക്രിസ്ത്യൻ ലവ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളുണ്ടാവില്ല. താങ്ക് യു ചേട്ടാ. താങ്ക് യു വെരി മച്ച്. ബാക്ക് ടു യു മനു ആൻഡ് എൽറിയ. താങ്ക് യു ടോജിൻ മീനു. ശരിക്കും റയൻ ചേട്ടൻ പറഞ്ഞൊരു പോയിന്റ്, റയൻ ചേട്ടനെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു സംഭവം റയൻ ചേട്ടൻ പറഞ്ഞത് എനിക്ക് തോന്നിയത്, ലവ് ദം ലൈക്ക് യുവർ ഓൺ പാരൻസ് ആൻഡ് ട്രീറ്റ് ദം ലൈക്ക് ഇൻ-ലോസ് എന്ന് പറഞ്ഞത് എനിക്ക് ഇച്ചിരി ക്യാച്ചിങ് ആയിട്ട് തോന്നി. നമ്മൾക്ക് ഇത് ഒരു വൈദികന്റെ ആംഗിളിൽ നിന്നും കൂടി നമ്മൾക്കൊന്ന് കേൾക്കാം. അതിന് നമ്മളുടെ സ്വന്തം ജർണച്ചൻ ഫിലിപ്പൈൻസിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശുംശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇൻലോസുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെ യുവദമ്പതികൾക്ക് ആഴപ്പെടാൻ പറ്റും? വളരെ അത്യാവശ്യമുള്ള, വളരെ ബോധപൂർവം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്, പ്രത്യേകിച്ച് വിവാഹത്തിൻ്റെ ആദ്യ ദിവസങ്ങളിലൊക്കെ. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ അധികവും ശ്രദ്ധിക്കേണ്ട പെൺകുട്ടികളുടെ ഭാഗത്താണ്. കാരണം നമ്മുടെ കേരളത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലൊക്കെ ഭർത്താവിൻ്റെ വീട്ടിലേക്കാണല്ലോ പെൺകുട്ടിയെ കെട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചരിത്രത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് കേസുകളുടെയും പ്രശ്നങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട കാരണം ഈ അമ്മായിയമ്മ മരുമോൾ പോരാണല്ലോ. നമ്മുടെ സീരിയലുകളിലൊക്കെ ഇപ്പോഴും വിറ്റുപോകുന്ന ഏറ്റവും മനോഹരമായ തീം അത് തന്നെയാണല്ലോ. അതിനർത്ഥം ഇപ്പോഴും പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതെങ്ങനെ നമുക്ക് ബോധപൂർവ്വം ഒഴിവാക്കാനും അല്ലെങ്കിൽ അവിടെയൊക്കെ ഒരു സ്നേഹപൂർവ്വമായ സെറ്റിൽമെൻറ്റ് എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ്. ഇതിന് ഏറ്റവും ബെസ്റ്റ് കാര്യം നമ്മുടെ ട്രാഫിക് ഐഡൻറ്റിറ്റികളിൽ വെച്ചേക്കുന്ന റൈറ്റിങ്സ് ഉണ്ടല്ലോ. ഒരു 3 കാര്യങ്ങൾ എഴുതിച്ചിട്ടുണ്ട്: സ്റ്റോപ്പ്, ലുക്ക് ആൻഡ് പ്രൊസീഡ്. നിങ്ങളൊരു തിരക്കുള്ള ട്രാഫിക് ഐലൻഡിൽ ചെല്ലുമ്പോൾ, ഈവൻ തിരക്കില്ലെങ്കിൽ പോലും, വാഹനങ്ങൾ പോകുന്നില്ലെങ്കിൽ പോലും, സ്റ്റോപ്പ്, ലുക്ക് അറൗണ്ട്, ദെൻ പ്രൊസീഡ്. നിൽക്കുക, നോക്കുക, മുൻപോട്ട് പോവുക. ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാര്യം ഇതാണ്: നിങ്ങൾ മറ്റൊരു ജീവിത സാഹചര്യത്തിൽ വളർന്നു വന്ന ഒരാളാണ്. നിങ്ങൾക്ക് ഈ കുടുംബം എന്നൊന്നും അറിയില്ല. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് പുതിയ വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ സാഹചര്യങ്ങൾ അറിയില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ ഇതുവരെ ഉണ്ടാകുന്ന ജീവിത സാഹചര്യങ്ങളോ ശൈലികളോ ഒന്നും ആയിരിക്കില്ല വീട്ടിൽ. ദെയർഫോർ യു ഹാവ് ടു സ്റ്റോപ്പ്. ഒന്ന് ലുക്ക് ചെയ്യുക, ചുറ്റും നോക്കുക, എന്തൊക്കെയാണ് നടക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഈ വീട്ടിലായിട്ട് പെരുമാറുന്നത്, എന്നിട്ട് പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഹാർഷായിട്ടും ഭയങ്കര സ്പീഡായിട്ടും കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. സ്ലോ ആയിട്ട് ലേൺ ചെയ്യുക. ഇവിടെ ഭർത്താവിന് വലിയ റോളുണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പോ ഒക്കെ തന്നെ സമയമെടുത്ത് എൻ്റെ ഈ വീട്ടിലെ ചുറ്റുപാടുകളും ടൈം ടേബിളുകളും അപ്പനമ്മമാരുടെയോ അല്ലെങ്കിൽ ചേട്ടനാനിയന്മാരുടെയൊക്കെ സ്വഭാവ സവിശേഷതകളും ഇഷ്ടാനിഷ്ടങ്ങളും ചില പൊട്ടിത്തെറിക്കാനുള്ള കാരണങ്ങളൊക്കെ ജസ്റ്റ് ലൈറ്റായിട്ട് സൂചിപ്പിക്കാൻ പറ്റണം. എന്നാൽ ഈ പെൺകുട്ടിക്ക് ഉറപ്പായിട്ട് കുറച്ച് കരുതലോടെ മുന്നോട്ട് പോകാൻ പറ്റും. സ്റ്റോപ്പ്, ലുക്ക് ആൻഡ് പ്രൊസീഡ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് അവരുടെ ഇൻലോസിനെ ഇഷ്ടപ്പെടാതിരിക്കാനായി 100 കാരണങ്ങൾ കാണും. പക്ഷേ 101ാമത്തെ ഒരു കാരണമുണ്ട് അവരെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും ബഹുമാനിക്കാനും. അതിതാണ്: നിങ്ങൾക്ക് ദൈവം തന്നതാണ്. അവർ അനാദി മുതലേ തന്നെ നിങ്ങൾക്കായി തിരഞ്ഞെടുത്ത ഭർത്താവാണ് ഇതെങ്കിൽ അവരുടെ മാതാപിതാക്കളെ നിങ്ങളുടെ മാതാപിതാക്കളായി ദൈവം തിരഞ്ഞെടുത്തതെന്നാണ്. അതുകൊണ്ട് തന്നെ
നമുക്കവിടെ ചോയ്സ് ഇല്ല. നമുക്ക് ബഹുമാനിക്കാനും ആദരിക്കാനും പറ്റണം. പഴയ നിയമത്തിലൊക്കെ എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവർക്ക് അനുഗ്രഹത്തിൻ്റെ വലിയ നദി അവരുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകും, അവരുടെ തലമുറകൾ മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. ഒരുപക്ഷെ നിങ്ങളുടെ അമ്മായിയപ്പനോ അമ്മായിയമ്മയോ ഒക്കെ സ്നേഹിക്കപ്പെടാൻ യാതൊരു കാരണത്തിലായിരിക്കും, നിങ്ങൾ നന്നായിട്ട് ഉപദ്രവിക്കുന്നവരായിരിക്കും, മാനസികമായി നിങ്ങൾക്ക് സ്ട്രെസ് തരുന്നവരായിരിക്കും. പക്ഷേ അതിനൊക്കെ ഉപരിയായി നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ പറ്റിയാൽ, ആ ഒരു കൃപയുണ്ടെങ്കിൽ ജീവിതത്തിൽ അനവധി നിരവധി നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് അവരെ വെറുക്കാൻ 1000 കാരണങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാതെയും സ്വന്തമാക്കാനും പറ്റിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെയോ ഭാര്യയോ സ്വന്തമാക്കാൻ പറ്റൂ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മായിപ്പനും അമ്മായിമ്മ ഇഷ്ടമില്ല, അവരെ പറ്റിയുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ ഭർത്താവിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് ആ ഒരു ഗ്യാപ്പ് നിങ്ങളുടെ എപ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഭാഗത്ത് എല്ലാ ശരികളുണ്ടെങ്കിലും. കാരണം ആ അമ്മായിപ്പനല്ലേ അമ്മായിമ്മ ഇവരുടെ അപ്പനാണ്, ഇവരുടെ അമ്മയാണ്. എങ്ങനെ ഒരു മകനോ ഒരു മകൾക്കോ അവർ എത്ര പ്രശ്നങ്ങളുള്ളവരാണെങ്കിലും അവരെ തള്ളിപ്പറയാൻ പറ്റും ഒരു ഭാര്യയ്ക്ക് വേണ്ടി? വളരെ റെയറാണ് കേട്ടോ. അങ്ങനെ സംഭവിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടാണ്. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും എപ്പോഴും ഈ കുറ്റങ്ങളുടെ ലുത്തിരിയെ പാടാതിരിക്കുക, എപ്പോഴും അവരെ പറ്റിയുള്ള മോശം കാര്യങ്ങൾ പറഞ്ഞ് പാടാതിരിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് എപ്പോഴും നിങ്ങളുടെ ഒരു അകലം കാണും. ഏതൊരു നിമിഷത്തിൽ നിങ്ങൾക്ക് അവരെ അംഗീകരിക്കാൻ പറ്റുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ഭർത്താവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ സ്വന്തമാക്കാൻ പറ്റും. ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻ കുഞ്ഞുങ്ങളൊക്കെ അല്ലെങ്കിൽ ചെറുപ്പക്കാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കെട്ടിയത് അവളെയാണ്, അവളുടെ വീട്ടുകാരെ അല്ല, അല്ലെങ്കിൽ ഞാൻ കെട്ടിയത് ഈ പയ്യനെയാണ്, അല്ലാതെ അവൻ്റെ അപ്പനെയോ അമ്മയോ അല്ലെങ്കിൽ അവളുടെ ചേട്ടനോ ചേച്ചിയോ ഒന്നും അല്ല. അതുകൊണ്ട് ഞാൻ അവരെ മാനിക്കണം, എന്തൊരു ബഹുമാനിക്കണം, അല്ലെങ്കിൽ അവർക്കെന്താ എൻ്റെ മേലുള്ള ഇത്ര വലിയ ഉത്തരവാദിത്തം എന്താ ഉള്ളത്? ഒന്നുമില്ല, അവർ മാറി നിന്നാൽ മതി എന്നൊക്കെ എത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് അറിയോ? എന്ത് മണ്ടത്തരാന്നറിയോ? എങ്ങനെ നിങ്ങൾ 2 കുടുംബങ്ങൾ തമ്മിലുള്ള കല്യാണം കഴിക്കുമോ? 2 വ്യക്തികൾ മാത്രമാണോ? അല്ലെങ്കിൽ നിങ്ങൾ നാട് വിട്ട് വല്ല ശൂന്യാകാശത്തേക്കോ അല്ലെങ്കിൽ ചൊവ്വായിലേക്കൊക്കെ മാറിപ്പോണം ഒരു ബന്ധവും ഇല്ലാതെ? അത് നമുക്ക് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ വിവാഹം ചെയ്ത ഈ വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തിക്ക് പിന്നിൽ ആ വ്യക്തി വളർന്നു വന്ന വലിയൊരു കുടുംബമുണ്ട്. അല്ലാതെ കൃത്യമായിട്ട് അപ്രൂവ് ചെയ്ത് വെട്ടിമാറ്റി ഇപ്പുറം അവിടെ കുത്തി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് പെൺമക്കളെ, 2 പേരും ആൺമക്കളും 2 പേരും ഈ കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ഇൻലോസിനെ ബഹുമാനിക്കാനും ആദരിക്കാനും നിങ്ങളുടെ ഭാഗത്ത് സ്പെഷ്യൽ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ അതുവഴി നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെയും ഭാര്യയും കൂടുതലായിട്ട് സ്വന്തമാക്കുകയാണ്. ഇതിന് മറുപുറം കൂടി ഉണ്ട്. നിങ്ങളുടെ ഭർത്താവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ നന്നായിട്ട് മനസ്സിലാകണമെങ്കിൽ, പ്രത്യേകിച്ച് പെൺമക്കൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ നന്നായിട്ട് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അവരുടെ അപ്പനെ അമ്മനെ സ്നേഹിക്കാൻ പറ്റണം. അവർക്ക് പറഞ്ഞു തരാൻ പറ്റും ഈ മകൻ എങ്ങനെയാണ്, അവൻ ഏതൊക്കെ കാര്യങ്ങളാണ് ബുദ്ധിമുട്ടുള്ളത്, അവൻ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യേണ്ടത്, എന്താണ് അവൻ്റെ വീക്ക്നെസ്സസ്. എത്ര നന്നായിട്ട് അറിയില്ല അമ്മായിമ്മമാരൊക്കെ പെൺമക്കളെ ഗൈഡ് ചെയ്യുന്ന ഈ മക്കളെ സ്വന്തമാക്കുന്ന കാര്യത്തിൽ, മക്കളെ ഒരു പരിധിവരെയൊക്കെ ആത്മീയമായിട്ടൊക്കെ വളർത്തുന്ന കാര്യം, മക്കൾ എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ബന്ധം എപ്പോഴും നല്ല ഊഷ്മളമാക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും എടുക്കുക. പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ പരിശ്രമങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കുക. വിജയിക്കുകയോ ഇല്ലയോ എന്നുള്ള സെക്കൻഡറിയാണ്, പരിശ്രമങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട മേഖല ഇതാണ്, ഈ ഒരു ഇൻലോസ് അവരുടെ അനുഭവം എന്നൊരു സംഭവമുണ്ട്. അത് നിങ്ങൾക്ക് ജീവിതത്തിലില്ല. നിങ്ങൾ യുവദമ്പതികളാണ്, നിങ്ങളുടെ ജീവിതം അധികം കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ പഠിപ്പുണ്ടായിരിക്കും, നിങ്ങൾ പൈസ ഉണ്ടായിരിക്കും, നിങ്ങൾ സ്റ്റാറ്റസ് ഉണ്ടായിരിക്കും, പക്ഷേ അനുഭവം എന്നൊരു സാധനം ഉണ്ടല്ലോ, എക്സ്പീരിയൻസ്, ഒരു ലൈഫ് എക്സ്പീരിയൻസ്, അത് അവരിലുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ വലിയൊരു റോൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടാകുമ്പോൾ, ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അവരുടെ അനുഭവം നിങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് അവരെ സെപ്പറേറ്റ് ചെയ്തിട്ടോ അവരെ അടിച്ചു മാറ്റിയിട്ടോ അവരെ ഒഴിവാക്കിയിട്ടോ ഒരു ജീവിതം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത്ര കണ്ട് ശോഭനീയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന വളരെ നല്ലൊരു കാര്യമുണ്ട്, ബോധപൂർവമായ ചില പരിശ്രമങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ ഇൻലോസിനെ ബഹുമാനിക്കാനും ആദരിക്കാനും ഒക്കെ പറ്റുന്ന വളരെ മനോഹരമായ, ഈ അടുത്ത കാലത്ത് ഒരു വളരെ ക്രൂഷ്യലായിട്ട് ഒരു ഡിവോഴ്സിൻ്റെയൊക്കെ വക്കിൽ നിർത്തിയിരിക്കുന്ന 2 യങ് കപ്പിൾസിനെ കണ്ടുമുട്ടി. അതിനകത്ത് ഈ പയ്യൻ പറയുന്ന ഏറ്റവും വലിയ വിഷമം ഇതാണ്. അവൾ പറയുകയാണ്, എൻ്റെ അമ്മയെ എൻ്റെ പെണ്ണ് ഒട്ടും ആദരിച്ചിട്ടില്ല, ഒട്ടും ബഹുമാനിച്ചിട്ടില്ല. എൻ്റെ മുമ്പിൽ വെച്ച് പോലും അവരെ മോശമായിട്ട് പറയുകയും അവരുടെ ഇല്ലായ്മകളും അവരുടെ ബുദ്ധിമുട്ടുകളും, ശരിയാണ് എൻ്റെ അമ്മയ്ക്ക് ഒത്തിരി കുറവുകളൊക്കെ ഉണ്ട്, എല്ലാം ശരി, പക്ഷേ ഞാനൊരു മകനല്ലേ, അവളുടെ ഭാഗത്തൊരു സിംഗിൾ എഫേർട്ട് ഉണ്ടായതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അമ്മയ്ക്ക് കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളും താല്പര്യങ്ങളൊക്കെ ഉള്ളൂ, വളരെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മാത്രം. അമ്മയെ കൊണ്ട് അവൾ എപ്പോഴെങ്കിലും ഷോപ്പിംഗ് നടത്തിയില്ലെങ്കിൽ തീരാവുന്ന പ്രശ്നം അമ്മയ്ക്കുള്ളൂ. അല്ലെങ്കിൽ അമ്മയ്ക്ക് ചെറിയൊരു സമ്മാനം, എന്തെങ്കിലും പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഒരു സ്വീറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചുകൊണ്ടാൽ തീരാവുന്ന വിഷമേ അമ്മയ്ക്കുള്ളൂ. അല്ല അമ്മ എപ്പോഴെങ്കിലും സൺഡേയിലോ അല്ലെങ്കിൽ ഒരു വിശേഷ ദിവസങ്ങളിലോ ഒരു പള്ളിയിലോ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലോ അല്ല സ്വന്തക്കാരുടെ വീട്ടിൽ അമ്മയ്ക്കൊപ്പം ഒന്ന് പോയി കഴിഞ്ഞാൽ, കാരണം മകൾക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ അറിയാം, അവൾ അമ്മായിയമ്മനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ. പക്ഷേ
ഇത്രയും കാലമായിട്ടും 2 വർഷം കഴിഞ്ഞിട്ടും ഒരു സിംഗിൾ എഫേർട്ട് പോലും. കാരണം എൻ്റെ ഭാര്യ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, ഹൈലി ക്വാളിഫൈഡ് ആണ്, അതിൻ്റെതായ സകല ബുദ്ധിമുട്ടുകളും അൺഎഡ്യൂക്കേറ്റഡ് ആയ വളരെ താഴ്ന്ന രീതിയിൽ ജീവിക്കുന്ന എൻ്റെ അമ്മയോട് നമ്മൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛാ എനിക്ക് എങ്ങനെ എൻ്റെ ഭാര്യയെ എൻ്റെ അമ്മയുടെ മുമ്പിൽ എങ്ങനെ മഹത്വീകരിക്കാൻ പറ്റും, എന്ത് നന്മ പറയാൻ പറ്റും? അതുകൊണ്ട് തന്നെ എപ്പോഴും ഫ്രിക്ഷൻസ് ആണ്. പക്ഷേ ഓൺ ദ കോൺട്രറി ഒരു മറുവശത്ത് ഈ ഒരു പെൺകുട്ടിക്ക് എത്ര മനോഹരമായിട്ടൊരു അമ്മായിമ്മയെ സ്വന്തമാക്കാം. ഒരു പെൺകുട്ടിക്ക് ഒരു പെണ്ണിനും മറ്റൊരു പെണ്ണിൻ്റെ സകല സൈക്കോളജി നന്നായിട്ട് അറിയാമല്ലോ, ഏതൊക്കെ ഏരിയകളിലാണ് നല്ല വീക്ക്നെസ് എന്ന് അറിയാമല്ലോ. ആ ഏരിയകളിൽ തന്നെ ചുമ്മാ തള്ളാനോ ആക്ട് ചെയ്യാനോ അല്ല പറയുന്നത്, ബോധപൂർവമായി സ്നേഹത്തോടെ തന്നെ ഇടപെടാം. പ്രത്യേകിച്ച് ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ അമ്മായിപ്പിന് അമ്മായിമ്മയുടെയൊക്കെ ഒരു അനുവാദം ചോദിക്കുക, ഒരു ബ്ലെസ്സിങ് ചോദിക്കുക, ഒരു അനുഗ്രഹം ചോദിക്കുക. ഒന്ന് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോവുക, തിരിച്ചു വരുമ്പോൾ ഒന്ന് അറ്റൻഡൻസ് വെക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് യാത്ര പോകാമെന്നൊക്കെ പറയുക, ഒന്ന് ഇൻവൈറ്റ് ചെയ്യുക. ഇത്ര കാര്യങ്ങൾ വളരെ സിമ്പിൾ ഇവൻറ്റുകൾ മതി. ഞാൻ വളരെ രസകരമായിട്ട് ഓർത്തിരിക്കുന്ന ഒരു കപ്പിൾ പറഞ്ഞൊരു ഷെയറിങ് ഓർക്കുന്നുണ്ട്. ഒരു മരുമകൾ പറഞ്ഞാണ്, ഇപ്പോൾ മധ്യവയസ്കൊക്കെ എത്തി, കല്യാണം കഴിഞ്ഞ സമയത്ത് വീട്ടിൽ അമ്മായിപ്പൻ മാത്രമേ ഉള്ളൂ. അമ്മായിയമ്മ നേരത്തെ തന്നെ മരിച്ചു പോയിരുന്നു. അമ്മായിപ്പൻ ഇച്ചിരി അമ്മ മരിച്ചതിൻ്റെ വിഷമത്തിലേക്ക് ഇരിക്കുകയാണ്. അപ്പോൾ അമ്മായിപ്പൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് സിനിമ കാണുക എന്നുള്ളതാണ്. അന്ന് ടി വിയിലൊന്നും റെഗുലറായിട്ട് സിനിമയുള്ള സമയമല്ല. അതുകൊണ്ട് അമ്മായിപ്പൻ ടൗണിൽ താമസിക്കുന്നത് എല്ലാ ദിവസവും തന്നെ തിയേറ്ററിൽ സിനിമ, ഓൾമോസ്റ്റ് എല്ലാ ദിവസവും. അപ്പോൾ ഓരോ മക്കൾ മാറി 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 അമ്മായിപ്പനെ കൂട്ടി സിനിമയ്ക്ക് പോകുന്ന പറയുന്നത്. അപ്പോൾ അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു ദിവസത്തെ സ്കെഡ്യൂള് ഈ മരുമകൾക്കുമാണ്. പക്ഷേ പ്രാക്ടിക്കലി മക്കളെല്ലാം മാറി മക്കൾ ഓരോ കഴിവ് കഴിഞ്ഞ് മാറാൻ തുടങ്ങി. അവസരം എല്ലാ ദിവസവും, ആഴ്ചയിൽ എല്ലാ ദിവസവും ഈ മരുമകളാണ് അമ്മായിയപ്പനൊപ്പം സെക്കൻഡ് ഷോയ്ക്ക് പോകുന്നത്, എല്ലാ സിനിമ കാണാനായിട്ട്. അവൾ പറയുകയാണ്, ഞാൻ കാണാത്ത സിനിമയില്ല, കണ്ട സിനിമ തന്നെ പലവട്ടം കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ അമ്മായിയപ്പൻ എന്നോടുള്ള സ്നേഹം, അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, എൻ്റെ അമ്മായിയപ്പൻ ഒരപ്പനെന്ന നിലയിൽ, ഒരപ്പനായിട്ട് തന്നെ എനിക്ക് വേണ്ടി എൻ്റെ ഭർത്താവിന് മുമ്പിൽ എനിക്ക് വേണ്ടി വാദിച്ച സമയങ്ങൾ, ഇപ്പോഴും സ്വർഗത്തിലിരുന്ന് എന്നെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന, എന്നെയും എൻ്റെ കൊച്ചുമക്കളെയും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിത നിമിഷങ്ങൾ. ദാറ്റ് ഈസ് ദ പവർ ഓഫ് അവർ ലൈഫ്. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ എഫേർട്ട് ഇട്ടാൽ വലിയ അത്ഭുതം കാണാം. നിങ്ങളൊരു പൂ കൊടുത്തു നോക്ക്, നിങ്ങൾക്ക് അപ്പുറം പൂന്തോട്ടം കിട്ടും, ഒരു സംശയമില്ല. പക്ഷേ ഇത് ബോധപൂർവമായി മരുമക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ഇടേണ്ട എഫേർട്ടാണ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം പെൺകുട്ടികളാണെന്ന് വിചാരിക്കരുത് കേട്ടോ. അത് ആൺകുട്ടികൾക്കും ഇതേ ഭാഗമുണ്ട്. അവരുടെ എല്ലാ പെൺകുട്ടികളും എന്തോരം ആഗ്രഹിക്കുന്നതെന്നറിയാവോ? അവരുടെ മാതാപിതാക്കളെ സ്വന്തം ഭർത്താവ് ഒന്ന് സ്നേഹിക്കണം, അംഗീകരിക്കണം, അവരെ കാണാൻ പോകണം, അവരുടെ അത്യാവശ്യങ്ങളിൽ ഇടപെടണം, വല്ലപ്പോഴും അവരൊക്കെ വിളിക്കണം. ഓരോ മരുമകളും ഓരോ ഭാര്യയും ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ സാഹചര്യങ്ങളിൽ അത്ര കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാറില്ല. പ്ലീസ് രണ്ടുപേരും എഫേർട്ട് എടുക്കുക അങ്ങോട്ട്. കാരണം നിങ്ങൾക്ക് ഇനി ഒറ്റയ്ക്കൊരു ജീവിതമില്ല. ഈ കുടുംബങ്ങളെ മാറ്റി നിർത്തി ജീവിക്കുക എന്നുള്ളത് വളരെ വൻ പരാജയത്തിലേക്കുള്ള കൂപ്പുവീഴ്ചയാവും. അതോടൊപ്പം തന്നെ നിങ്ങൾ കൊടുക്കുന്ന വലിയൊരു സാക്ഷ്യമുണ്ട് നിങ്ങളുടെ മക്കൾക്ക്. അമ്മായിയമ്മയെ ബഹുമാനിക്കുന്ന മകൾ ഒരിക്കലും തൻ്റെ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കേണ്ട മാതാപിതാക്കളെ ബഹുമാനിക്കാൻ. അത് അവിടെ തന്നെ കോപ്പീഡാണ്, അവിടെ തന്നെ കൃത്യമായിട്ട് എഴുതി വെക്കുകയാണ്, ഉറക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ഈ ഒരു രാത്രി പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് നിന്നേ. കുടുംബം മുഴുവൻ, പ്രത്യേകിച്ച് മരുമക്കളൊക്കെ നിങ്ങളുടെ അമ്മായിപ്പനൊക്കെ അടുത്തുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് അടുത്തോട്ട് പിടിച്ച് നിർത്തിക്കേ. ദൂരെയൊക്കെ ആണെങ്കിൽ അവരൊക്കെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കേ. അവരുടെ അനുഗ്രഹം ചോദിച്ച് പ്രാർത്ഥിച്ചേ. മാതാപിതാക്കളുടെ അനുഗ്രഹം തലമുറകളോളം നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ കൃപ ഒഴുക്കും. ആദ്യമേ തന്നെ നമുക്കൊന്ന് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഏതെങ്കിലുമൊക്കെ സമയത്ത് എൻ്റെ അമ്മായിപ്പനോ അമ്മായിയമ്മയോ സ്വന്തം മാതാപിതാക്കളെ പോലെ കാണാൻ പറ്റാതെ എൻ്റെ ഭർത്താവിനോട് ഭാര്യയോട് അവരെ പറ്റി മോശമായിട്ട് സംസാരിച്ച് അവരെ അപമാനിച്ച് അവരെ വേദനിപ്പിച്ച നിമിഷങ്ങളുണ്ടെങ്കിൽ ഈശോയെ മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. അറിവില്ലായ്മ കൊണ്ടും ചില അബദ്ധങ്ങൾ കൊണ്ടും ചില അഹന്തകൾ കൊണ്ടൊക്കെ ആയിരുന്നു ക്ഷമ ചോദിക്കുന്നു. ഒരുപക്ഷെ അവർ മരിച്ച് മണ്ടടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മാക്കളെ ഓർത്ത് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, കുറച്ചുകൂടി വെട്ടം തരണമേ, കുറച്ചുകൂടി വിനയം തരണമേ, കുറച്ച് വിട്ടുകൊടുക്കാനുള്ള കൃപ തരണമേ, കുറച്ച് മനസ്സിലാക്കാനുള്ള കൃപ തരണമേ, കുറച്ച് എഫേർട്ട് എടുക്കാനുള്ള കൃപ തരണമേ. അങ്ങനെ ഞങ്ങളുടെ കുടുംബം കുറെ കൂടി സ്നേഹത്താൽ നിറയട്ടെ, ഒരുമയിൽ വളരട്ടെ, എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകട്ടെ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബമായിട്ട് ഞങ്ങൾ മാറട്ടെ. അങ്ങനെ ഒരുമിച്ച് സ്വർഗത്തിൽ വീണ്ടും കണ്ടുമുട്ടാനുള്ള വലിയ കൃപയും ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധ അമ്മ മാതാവേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഈ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദി യങ് കപ്പിൾസിനെ ഈ ഒരു കൃപയാൽ, ഈ വലിയ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണം ഉണ്ടാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു അച്ഛ. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, അച്ഛന് ഇതിനെപ്പറ്റി വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ,
പക്ഷെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ടോപ്പിക് അച്ഛൻ പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഞാനതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറുമായി നിങ്ങൾ ബന്ധപ്പെടുക. 0484-255-9313 അല്ലെങ്കിൽ ഡ്രോപ്പ് us your mail at info@angelsami.in. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. Until then, goodbye. Thank you so much. Thank you, Andy.